നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ പൊടിശല്യത്തിന് പരിഹാരമായില്ല. നാട്ടുകാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചിട്ടത് മൂലം മാസങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത അധികൃതരുടെ അലംഭാവത്തിനുമെതിരെയാണ് ചളിങ്ങാട് പള്ളിവളവിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നമ്മൾ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ആണ് ഈ നടക്കുന്നത്. ജനങ്ങളെല്ലാവരും വളരെയേറെ ദുരിതം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ മോട്ടോർ സൈക്കിളിൽ ഭാര്യയായിട്ട് വരെയിരുന്ന് വീണ് അയാളെ വാരിയലിൽ 4 വാരിയലാണ് പൊട്ടിയത്. മെഡിക്കൽ കോളേജിലിരുന്ന ആൾ. അങ്ങനെ പല വീഴ്ചകളും പല ബുദ്ധിമുട്ടുകളും ഈ പൊടിശല്യം മൂലം കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രോഗികളായി മാറി എന്നുള്ളത്. 300 മീറ്റർ പണി കഴിച്ചാൽ മനോഹരമായ രൂപത്തിൽ റോഡ് പണി കഴിച്ചുകൊണ്ട് അതിനുശേഷമേ പിന്നീട് ഇതിൻ്റെ പണി ആരംഭിക്കുകയുള്ളൂ എന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും തന്ന വാഗ്ദാനം. ഇതിപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരെയോ MLA കുറ്റപ്പെടുത്തുകയല്ല. ഈ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ പ്രിയങ്കരനായ MLA ടൈസൺ മാഷ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഇത് കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർമാരും മറ്റുള്ളവരും അവരുടെ അനാസ്ഥത കൊണ്ടാണ് ഇന്ന് ഈ രൂപത്തിൽ ഈ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രദേശത്തെ വ്യാപാരികൾ 3 മണി മുതൽ 5 മണി വരെ കടകൾ അടച്ചിട്ടു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അനസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട MLA ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി, അതിനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിൽ വളരെയധികം വിഷമം അനുഭവിക്കുകയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പല തവണകളിലായി യോഗവും വിളിച്ചുകൂട്ടി, എഞ്ചിനീയറെ വിളിച്ചുകൂട്ടി, വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ കൊണ്ടുവന്ന് അതുപോലെ കോൺട്രാക്ടറെ വിളിച്ചിരുത്തി വളരെ ഗൗരവമായി തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, ബന്ധപ്പെട്ട മെമ്പർമാര്, അതുമായി ബന്ധപ്പെട്ട നാട്ടുകാരൊക്കെ, ജനപ്രതിനിധികളടക്കം വളരെ ഗൗരവമായി ഈ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെ ഈ വിഷയം പരിഹരിച്ചില്ല എന്ന് പറയുമ്പോൾ അതെവിടെയാണ് അതിൻ്റെ അനാസ്ഥ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും നിൽക്കലല്ല ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമുക്ക് വേണ്ടത് ഇതിനൊരു പരിഹാരമാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് PMA ജബ്ബാർ, CJ പോൾസൺ, PA അബൂബക്കർ, ER ജോഷി, TK സെയ്ദ് മുഹമ്മദ്, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് PM അബ്ബാസ്, VK ഉല്ലാസ്, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, പ്രജീന റഫീഖ്, PM സൈനുദ്ദീൻ, അൻസ മോൾ, മണി ഉല്ലാസ്, PS ഷാഹിർ, രശ്മി ശ്രീജിത്ത്, നഹിദ സലീം, നസീമ പുതിയ വീട്ടിൽ, KK പവിത്രൻ, ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ നാസർ ചളിങ്ങാട്, TA അഹമ്മദ്, ഷറഫുദ്ദീൻ കൊല്ലിയിൽ എന്നിവർ സംസാരിച്ചു. ഈ പൈപ്പ് മാറ്റുന്ന ഒരു പദ്ധതി ജനങ്ങളുടെ ആവശ്യപ്രകാരം, കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ പൈപ്പ് മാറ്റുന്ന പദ്ധതി നടപ്പാകണം എന്നുള്ള ആഗ്രഹം എല്ലാ ആളുകൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതോടൊപ്പം തന്നെ അതൊരിക്കലും നമ്മുടെ പ്രദേശത്തെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആകരുത് എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ പൈപ്പ് മാറ്റലുമായി ബന്ധപ്പെട്ട് നടന്ന ഈ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെയും കുട്ടികളെയും അതുപോലെ തന്നെ വ്യാപാരികളെയും എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടാകെ പൊടിപടലം കൊണ്ട് ബാക്കിലുള്ള വണ്ടികൾക്ക് പോകാൻ തന്നെ പ്രയാസമുള്ള ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ഈ പ്രദേശം.
നമുക്കറിയാം ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിൻ്റെ അടിയിലുണ്ടെങ്കിലും അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. ശരിക്കും കാലാവധി കഴിഞ്ഞിട്ട് ഒരു 8-9 കൊല്ലമായിട്ടുണ്ട് ആ പൈപ്പിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട്. അതിനിടയിൽ ഒരുപാട് പൈപ്പ് പൊട്ടി ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ 1 മാസം അല്ലെങ്കിൽ 15 ദിവസം അതിൻ്റെ മേലുള്ള ദിവസങ്ങളാണ് ഈ റോട്ടിൽ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം, ജനങ്ങൾ കുടിക്കേണ്ട വെള്ളം ഒഴുകി മറ്റു ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച റോഡിന്റെ റീസ്റ്റോറേഷൻ വർക്ക് തുടങ്ങുമെന്ന് ET ടൈസൺ MLA പ്രതിഷേധ കൂട്ടായ്മയിൽ അറിയിച്ചു. മണ്ണെടുത്ത് മാറ്റിയിട്ട് GSPയുടെ ആദ്യത്തിലുള്ള നമ്മുടെ കരിങ്കല്ലും മറ്റുള്ള ഇത് വിരിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ റോള് ചെയ്യും. ഈ പണി തൊട്ടടുത്ത ദിവസം നടക്കും. അങ്ങനെ നടന്നാൽ ഒരു ബുധനാഴ്ചയോട് കൂടി അവർക്ക് മണ്ണ് മാറ്റുന്നത് തുടങ്ങി വ്യാഴം, വെള്ളി, ശനി തുടങ്ങിയ ദിവസങ്ങളിൽ ഈ ചെറിയ നമ്മുടെ ഈ പറഞ്ഞ ഈ GSPയുടെ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് റോള് ചെയ്താൽ ഇപ്പോഴുള്ള യാത്രാ സൗകര്യവും അതുപോലെ തന്നെ പൊടിശല്യത്തിന്റെ കാര്യത്തിൽ നല്ലപോലെ കുറവ് വരുന്നതാണ്. അതിനുശേഷം തുടർച്ചയായി നമ്മൾ അത് റീടാർ ചെയ്യുന്ന പണി ചെയ്യുമെന്നാണ്. ഇത് ആദ്യത്തെ പണി ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച ചുരുങ്ങിയതെടുക്കും ഇത് മൊത്തം കഴിയാൻ. രണ്ടാമത്തെ ഒരു വിഷയമുള്ളത്, നമ്മുടെ ചില സ്ഥലത്ത് വരുമ്പോൾ ക്രോസ് ചെയ്യുന്ന പഴയ പൈപ്പുകളുണ്ട്. ഇപ്പം തന്നെ ആ പൈപ്പ് പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ പൈപ്പ് പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും? ശുദ്ധജലക്ഷാമം പെട്ടെന്ന് അനുഭവിക്കും. അങ്ങനെ അനുഭവിക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള കാര്യവും നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ഈ ഇപ്പോൾ നടുവിലൂടെ കൂടെ ഇടുന്നതിന് പകരം ചില സ്ഥലത്ത് ക്രോസ് ചെയ്ത് വരുന്നുണ്ട് പഴയ പൈപ്പ്. ആ പഴയ പൈപ്പ് പൊട്ടിക്കാതെ പുതിയ പൈപ്പ് ഇടാൻ കഴിയില്ല. അങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് ഈ ഇവരെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമാണ്. ഒരു വർക്ക് ചെയ്തപ്പോഴാണ് അത് വന്നിട്ടുള്ളത്. അപ്പം അത് ഒന്ന് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്ഥലത്ത് ഏതൊക്കെ പ്രദേശത്ത് ശുദ്ധജലക്ഷാമം ഉണ്ടാകുമോ ആ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതി നമുക്ക് ആലോചിക്കേണ്ടി വരും. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.